പ്രതിക്കൊപ്പം ഫുഡും അടിച്ച് അയാളുടെ കയ്യിൽ നിന്ന് അച്ചാരവും വാങ്ങി അയാളെ പറഞ്ഞയക്കുക. ഉളുപ്പുണ്ടോ പോലീസെ നിങ്ങൾക്ക്? കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി ഭരണത്തിന് കീഴിലെ പോലീസ് രാജിനെതിരെ നമ്മൾ തുറന്ന് സംസാരിച്ചിട്ടുണ്ട്, പ്രതികരിച്ചിട്ടുണ്ട്. ഭരണം മാറുമ്പോഴെങ്കിലും സേനയ്ക്ക് വെടിപ്പ് വരുമെന്ന് കരുതി. എന്നാൽ ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ് ഒരു കൂട്ടം പോലീസുകാർ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. നെറികേട് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഗുണ്ടകളുടെയും ക്രിമിനലുകളുടെയും കയ്യിൽ നിന്ന് പണവും വാങ്ങി കുഴലൂത്ത് നടത്തുന്ന ഒരു കൂട്ടം ക്രിമിനൽ പോലീസുകാർ സജീവമാണ്. ഒരു വിദ്യാർത്ഥിയുടെ ആത്മഹത്യക്ക് കാരണക്കാരനായ അധ്യാപകനെയും കൊണ്ട് ഉല്ലാസയാത്ര പോയി ഒടുക്കം അയാളെ സേഫായി വീട്ടിലേക്ക് പറഞ്ഞയച്ച പോലീസിന്റെ ആ കരുതലൊന്ന് കാണണമേ. ആ കാണിച്ച മാതൃകയ്ക്കുള്ള ഗപ്പ് എടുത്തു വെച്ചിട്ട് കാത്തിരിക്കുകയാണ് ഹൈക്കോടതി. പോലീസിനെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ജഡ്ജി സംസാരിച്ചിരിക്കുന്നത്. രാജ്യത്തെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി വരെ മുൻകൂർ ജാമ്യ ഹർജി തള്ളുകയും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്ത ഒരു പ്രതിയെ അറസ്റ്റിന്റെ കാരണം അറിയിച്ചില്ല എന്ന നിസാര സാങ്കേതികത്വം പറഞ്ഞ് വിട്ടയക്കാൻ വഴിയൊരുക്കിയത് നിയമവാഴ്ചയോടുള്ള തുറന്ന വെല്ലുവിളിയാണെന്ന് ഹൈക്കോടതി തന്നെ പറയുമ്പോൾ ഇത് നീതി നിഷേധിക്കപ്പെടുന്നവർക്ക് ഒരു പ്രതീക്ഷയാണ്. ഹൈക്കോടതിയിൽ നിന്നുള്ള ഈ ഒരു പ്രതികരണം. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ മുഖ്യപ്രതി ഡോക്ടർ MK റാമിനെ രക്ഷപ്പെടുത്താൻ പോലീസ് നടത്തിയ അണിയറ നാടകങ്ങളെക്കുറിച്ചുള്ള എല്ലാ നെറികെട്ട വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതിനെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഹൈക്കോടതി. അധികാരത്തിനും പണത്തിനും മുന്നിൽ നീതി തമസ്കരിക്കാൻ തുനിഞ്ഞിറങ്ങിയ അന്വേഷണ സംഘത്തിന്റെ കണ്ണു തുറപ്പിക്കുന്നതും സാധാരണക്കാർക്ക് എന്തുകൊണ്ട് ഇന്നും രാജ്യത്തെ ജുഡീഷ്യറിയിൽ പൂർണ്ണ വിശ്വാസമർപ്പിക്കാൻ കഴിയുന്നില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നതുമായി മാറിയിരിക്കുകയാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. സുപ്രീം കോടതിയുടെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും ഉത്തരവുകളും നിലനിൽക്കെയാണ് മുഖ്യപ്രതിയായ അധ്യാപകനെ അറസ്റ്റ് ചെയ്ത ഉടൻ തന്നെ വിട്ടയക്കാനുള്ള പഴുതുകൾ പോലീസ് തന്നെ നിർമ്മിച്ചു നൽകിയത്. കേസിലെ വിചാരണ അട്ടിമറിക്കാനും പ്രതിക്ക് എളുപ്പത്തിൽ പുറത്തിറങ്ങാനും സൗകര്യമൊരുക്കിയ പോലീസ് നടപടി ബോധപൂർവമാണെന്ന് കോടതി നിരീക്ഷിച്ചു. അറസ്റ്റിന്റെ കാരണം ആന്ധ്ര സ്വദേശിയായ പ്രതിക്ക് മനസ്സിലാകുന്ന ഭാഷയിലല്ല നൽകിയത് എന്ന വിചിത്രമായ വാദമുയർത്തി പ്രതിഭാഗം കോടതിയെ സമീപിച്ചപ്പോൾ അതിനനുകൂലമായ സാഹചര്യം ഒരുക്കിക്കൊടുക്കുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ചെയ്തത്. നിയമത്തിന്റെ കാവലാളാകേണ്ടവർ തന്നെ പ്രതിക്കായി നിലകൊണ്ടത് സംസ്ഥാനത്തെ നിയമവാഴ്ചയ്ക്ക് വലിയ അപമാനമാണ് വരുത്തിവെച്ചിരിക്കുന്നത്. പോലീസ് നടത്തിയ അട്ടിമറിയെക്കുറിച്ച് കൃത്യമായി ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ഇപ്പോൾ വലിയ രീതിയിലുള്ള വിമർശനം പോലീസുകാർക്കെതിരെ നടത്തിയിരിക്കുന്നത്. നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് വെള്ളിയാഴ്ച പരിഗണിക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSPയും മേൽനോട്ടം വഹിച്ച ക്രൈംബ്രാഞ്ച് SP-യും ബന്ധപ്പെട്ട രേഖകളുമായി നേരിട്ട് ഹാജരായിരിക്കണം എന്നാണ് ഹൈക്കോടതി കട്ടായം പറഞ്ഞിരിക്കുന്നത്. ഇല്ലെങ്കിൽ കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി. ഉന്നത ഉദ്യോഗസ്ഥരുടെ ഫോൺ വിളികൾ അടക്കം പരിശോധിക്കാൻ കോടതി നിർദ്ദേശിക്കും. ഒന്നാം പ്രതിയായ റാമിനെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കിയപ്പോൾ പോലീസ് ഹാജരാക്കിയ രേഖകൾ ഉൾപ്പെടുത്തി തലശ്ശേരി SC/ST പ്രത്യേക കോടതി റിപ്പോർട്ട് നൽകണം. പ്രതിയെ വിട്ടയച്ച ഉത്തരവും ഹാജരാക്കണം. ജാമ്യം അനുവദിച്ചതിൽ കോടതിക്ക് വീഴ്ചയുണ്ടായോ എന്നത് പരിശോധിക്കാനും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. നിതിൻ രാജിന്റെ മാതാപിതാക്കളായ ലത, രാജൻ എന്നിവരാണ് റാമിനെ വിട്ടയച്ചത് ഉപഹർജിയിലൂടെ കോടതിയിൽ ഉന്നയിച്ചത്. പ്രതിയെ അറസ്റ്റിന്റെ കാരണം അറിയിച്ചില്ല, മനസ്സിലാകുന്ന ഭാഷയിൽ വിവരം നൽകിയില്ല എന്നതിന്റെയൊക്കെ പേരിൽ വിട്ടയച്ചത് അങ്ങേയറ്റം അലോസരം ഉണ്ടാക്കുന്നതാണെന്ന് ഹർജിക്കാർക്കായി ഹാജരായ അഭിഭാഷകയായ പാർവതി മേനോൻ വാദിച്ചു. പ്രതിയെ പിടികൂടാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വിശദീകരണം. ഒന്ന് ഓർത്തു നോക്കണം, പോലീസ് എത്രത്തോളം നീതികേടാണ് ഇവിടുത്തെ ജനങ്ങളോട്, ഇരകളോട്, അവരുടെ കുടുംബാംഗങ്ങളോട് കാണിക്കുന്നത് എന്നൊന്ന് ഓർത്തു നോക്കുക. കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി സർക്കാരിന്റെ കാലത്തും നമ്മൾ അനുഭവിച്ച ഏറ്റവും വലിയ തലവിധി ഇത് തന്നെയായിരുന്നു. പോലീസുകാരുടെ ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന രീതി. അതിനെതിരെ ശക്തമായി നമ്മൾ പ്രതികരിച്ചിട്ടുണ്ട്. ചെന്നിത്തല ആഭ്യന്തര മന്ത്രിയായി വന്നതോടുകൂടി തൂഫാൻ എന്ന ഒരു പദ്ധതിയൊക്കെ അതിഗംഭീരമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് സേനയെ തന്നെ നാണം കെടുത്തുന്ന ഒരു കൂട്ടം പോലീസുകാരുടെ വൃത്തികേടുകൾ പുറത്തു വരുന്നത്. ചെന്നിത്തല ഇത്തരം ക്രിമിനൽ പോലീസുകാർക്കെതിരെ നടപടി എടുക്കുമോ എന്നുള്ളതാണ് ജനം ചോദിക്കുന്നത്. അതോ പിണറായി വിജയന്റെ കാലത്ത് പോലീസിനെ സംരക്ഷിച്ചതുപോലെ, അതായത് ക്രിമിനൽ പോലീസുകാരെ പിണറായി സംരക്ഷിക്കുകയായിരുന്നല്ലോ 10 വർഷക്കാലം, അതേ നടപടി തന്നെയാണോ ചെന്നിത്തലയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ള ചോദ്യം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ്.
മറുപടി പറയേണ്ടി വരും ചെന്നിത്തല. കാരണം ഒരു ശുദ്ധീകരണം സേനയിൽ ആവശ്യമാണ്. ഇത്തരത്തിലുള്ള പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാകുക തന്നെ വേണം. ശക്തമായ നടപടികൾ അവർക്കെതിരെ സ്വീകരിക്കുക തന്നെ വേണം എന്നുള്ള ആവശ്യം മുറവിളിയാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ചെന്നിത്തല ഈ വിഷയത്തിൽ എന്ത് നടപടിയെടുക്കും, എന്ത് പ്രതികരിക്കും എന്ന് കാത്തിരിക്കുകയാണ് കേരളം. ആന്ധ്ര സ്വദേശിയായ പ്രതിക്ക് അറസ്റ്റ് വിവരങ്ങൾ മനസ്സിലായില്ല എന്ന പോലീസിന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം തീർത്തും അവിശ്വസനീയമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഒരു കേസിൽ അന്വേഷണം നേരിടുകയും പരമോന്നത കോടതിയിൽ വരെ ജാമ്യത്തിനായി പോരാടുകയും ചെയ്ത ഒരു പ്രതിക്ക് താൻ എന്തിനാണ് അറസ്റ്റിലാകുന്നത് എന്ന് വ്യക്തമായി അറിയില്ലായിരുന്നു എന്ന് പറയുന്നത് കൊച്ചുകുട്ടികൾക്ക് പോലും വിശ്വസിക്കാനാകാത്ത കഥയാണ്. ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരു കോളേജ് അധ്യാപകന് തനിക്കെതിരെയുള്ള കേസിനെ കുറിച്ചോ അറസ്റ്റ് നടപടികളെക്കുറിച്ചോ അറിവില്ലായിരുന്നു എന്ന് വരുത്തി തീർക്കാൻ പോലീസ് കിണഞ്ഞു പരിശ്രമിച്ചത് ആരെ സംരക്ഷിക്കാനാണെന്ന ചോദ്യമാണ് കോടതി ഉയർത്തിയത്. നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ മനഃപൂർവ്വം വരുത്തിയ വീഴ്ച ഉദ്യോഗസ്ഥരുടെ ഗൂഢാലോചനയിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. പാവപ്പെട്ട ആളുകളെ ഉപദ്രവിച്ചിട്ട് സ്വാധീനമുള്ള ആളുകളെ രക്ഷിക്കാനാണെങ്കിൽ എന്തിനാണ് പോലീസ് എന്നാണ് കോടതി ചോദിച്ചത്. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് സുപ്രീം കോടതി പറഞ്ഞ കേസിലാണ് പ്രതിക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യം പോലീസ് ഒരുക്കിക്കൊടുത്തത്. 100 ദിവസത്തിലേറെയായി ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് നടപടിക്രമങ്ങൾ പാലിക്കാതെ അറസ്റ്റ് ചെയ്തത്. ഉദ്യോഗസ്ഥന് സർവീസിൽ തുടരാൻ അർഹതയില്ല. പണത്തിനു മീതെ പരുന്തും പറക്കില്ല എന്ന് പറയുന്നത് പോലെ പരമദയനീയമാണ് അവസ്ഥ. പ്രതിയുടെ പിന്നാലെ ഫുഡ് മേടിച്ച് നടക്കുക, അറസ്റ്റ് ചെയ്യാൻ നിർബന്ധിതമായപ്പോൾ നടപടിക്രമങ്ങൾ പാലിക്കാതെ അറസ്റ്റ് രേഖപ്പെടുത്തി പുറത്തിറങ്ങാൻ പഴുതുണ്ടാക്കുക. ഇതാണോ പോലീസ് ചെയ്യുന്ന പ്രവൃത്തിയെന്നാണ് കോടതി വിമർശിച്ചുകൊണ്ട് ചോദിച്ചത്. ലോൺ ആപ്പിൽ നിന്നുള്ള 15,000 രൂപയുടെ വായ്പയുടെ പേരിലാണ് നിതിൻ ആത്മഹത്യ ചെയ്തത് എന്ന് വരുത്തി തീർക്കാൻ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ശ്രമം ഉണ്ടായി എന്നും കോടതി നിരീക്ഷിച്ചു. പോലീസ് ആരുടെ കൂടെയാണ് എന്ന് എല്ലാവർക്കും അറിയാമെന്നും കോടതി പറഞ്ഞു. നിതിൻ രാജിന്റെ ഭരണത്തിൽ കേസ് അന്വേഷണത്തിന് പുതിയ സംഘത്തെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. മലപ്പുറം ക്രൈംബ്രാഞ്ച് SP MP മോഹനചന്ദ്രന്റെ മേൽനോട്ടത്തിൽ DYSP P ജീവൻ ജോർജിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. ഡോക്ടർ റാമിനെ വീണ്ടും അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം ഉടൻ ഉണ്ടാകുമെന്ന് SP മോഹൻചന്ദ്രൻ വ്യക്തമാക്കി. അറസ്റ്റ് ചെയ്യാനുള്ള അപേക്ഷ കഴിഞ്ഞ ദിവസം തലശ്ശേരി കോടതിയിൽ നൽകിയിട്ടുണ്ട്. കോടതി ഉത്തരവ് പ്രകാരം തുടർ നടപടി സ്വീകരിക്കും. ഗ്രൗണ്ട് ഓഫ് അറസ്റ്റിന്റെ പിഴവാണ് ഡോക്ടർ റാമിനെ വിട്ടയക്കാൻ കാരണമായത് എന്ന് കോടതി പറയുന്നത്. പിഴവ് പരിഹരിച്ച് കൊടുത്തിട്ടുണ്ട് എന്നും ആദ്യമെടുത്ത മൊഴിക്ക് പുറമെ കുടുംബത്തിന്റെയും മറ്റും മൊഴി വിശദമായി രേഖപ്പെടുത്തും. വിട്ടുപോയ ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ പുതിയ അന്വേഷണ സംഘം കൂട്ടിച്ചേർക്കും. കസ്റ്റഡിയിലെടുത്ത റാമിനെ കോടതി വിട്ടയക്കാനുണ്ടായ സാഹചര്യത്തിൽ ക്രൈംബ്രാഞ്ചിന് പോരായ്മ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. വീഴ്ചയിൽ വിശദീകരണം നൽകിയിട്ടുണ്ട് എന്ന് SP അറിയിച്ചു. കേസിന്റെ തുടക്കം മുതൽ അന്വേഷണം വഴിതിരിച്ചുവിടാനും പ്രതിയെ സംരക്ഷിക്കാനുമാണ് പോലീസ് കഥകൾ മെനഞ്ഞുകൊണ്ടേയിരുന്നത്. ലോൺ ആപ്പിലെ വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാത്തതിനാലാണ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത് എന്ന പോലീസിന്റെ വാദം കേസ് അട്ടിമറിക്കാൻ നടത്തിയ ഒന്നാന്തരം ആസൂത്രണമാണ്. കുടുംബവും സഹപാഠികളും പ്രതിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും അതൊന്നും കണക്കിലെടുക്കാതെ ലോണാപ്പ് കഥയുമായി രംഗത്തെത്തിയ പോലീസിന്റെ നിലപാട് സംശയം ഉണ്ടാക്കുന്നത് തന്നെയാണ്. യഥാർത്ഥ കുറ്റവാളികളെ സംരക്ഷിക്കാനും അന്വേഷണം തൃപ്തികരമല്ലെന്ന് വരുത്തി തീർക്കാനും നടത്തിയ ഈ നീക്കം കോടതിയുടെ ശക്തമായ ഇടപെടലോടെ ഇപ്പോൾ തകർന്നിരിക്കുകയാണ്. ഒളിവിൽ കഴിഞ്ഞ പ്രതി പോയിടത്തെല്ലാം പിന്നാലെ പോയി ആഘോഷമാക്കുകയാണ് പോലീസ് ചെയ്തതെന്ന് ഹൈക്കോടതി നിശിതമായി വിമർശിച്ചു. ഒളിത്താവളങ്ങളിൽ പ്രതിക്കൊപ്പം നടന്ന് ഭക്ഷണം കഴിക്കുകയും സൗഹൃദം പുതുക്കുകയും ചെയ്ത് അന്വേഷണ സംഘം പ്രതി കീഴടങ്ങാനെത്തിയപ്പോൾ നാടകീയമായ അറസ്റ്റും നടത്തുകയായിരുന്നു. ഇതാരെ കാണിക്കാനായിരുന്നു എന്നുള്ള ചോദ്യമാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. ഇതോടുകൂടി റാമിന്റെ പിന്നാലെ ഫുഡ് മേടിച്ച് കൈമടക്കം മേടിച്ച് നടന്ന ഏമാന്മാർക്കൊക്കെ കോടതിയിൽ നിന്ന് പൂട്ട് വീഴും എന്നുള്ളത് ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. പോലീസിന്റെ ഭരണ സംവിധാനം പൂർണ്ണമായും കുത്തഴിഞ്ഞ നിലയിലാണ് എന്ന് തെളിയിക്കുന്ന സംഭവ വികാസങ്ങളാണ് കേസിൽ ഉണ്ടായിരിക്കുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഉൾപ്പെട്ട വലിയൊരു ഗൂഢാലോചനയാണ് ഡോക്ടർ റാമിനെ വിട്ടയച്ച സംഭവത്തിന് പിന്നിൽ നടന്നിട്ടുള്ളത് എന്ന് ഹൈക്കോടതി വാക്കാൽ നിരീക്ഷിച്ചു. ദീർഘകാലത്തെ സേവന പാരമ്പര്യമുള്ള ഒരു DYSPക്ക് അറസ്റ്റ് വിവരങ്ങൾ കൈമാറുന്നതിലെ സാങ്കേതികത്വം അറിയില്ലായിരുന്നു എന്ന് കരുതാൻ വയ്യ എന്നും കോടതി പറഞ്ഞു. നടപടിക്രമങ്ങൾ അട്ടിമറിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രതിയിൽ നിന്ന് അനർഹമായ പാരിതോഷികങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും കോടതി പറഞ്ഞു. ഇത്രയും ഗുരുതരമായ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥന് ആ പദവിയിൽ തുടരാൻ അർഹതയില്ല എന്നും വരും ദിവസങ്ങളിൽ ഇവരുടെ ഫോൺ രേഖകളടക്കം പരിശോധിക്കുമെന്നും കോടതി വ്യക്തമാക്കിയതോടുകൂടി ഏമാന്മാരുടെ അടപ്പ് തെറിച്ചിരിക്കുകയാണ്. വീഴ്ച വരുത്തിയെന്ന് ബോധ്യമായപ്പോൾ അന്വേഷണ സംഘത്തെ മൊത്തമായി മാറ്റി തലയൂരാനാണ് സർക്കാർ ശ്രമിച്ചതെങ്കിലും ഹൈക്കോടതി അത് അത്ര എളുപ്പത്തിൽ വിട്ടുകൊടുത്തില്ല.
ക്രൈംബ്രാഞ്ച് എസ്പിയും ഡിവൈഎസ്പിയും ഉൾപ്പെടെയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരും വെള്ളിയാഴ്ച നേരിട്ട് കോടതിയിൽ ഹാജരാകണം എന്ന് തന്നെയാണ് ജസ്റ്റിസ് എ ബദറുദ്ദീൻ കർശനമായ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. കേസിലെ പ്രധാന പ്രതിയെ വീണ്ടും ഊരാ കുടുക്കിലേക്ക് തന്നെ എത്തിക്കാൻ ഹൈക്കോടതിയുടെ ഇടപെടലുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. തടവിലാകാതിരിക്കാൻ വഴിവിട്ട സഹായങ്ങൾ ചെയ്തു കൊടുത്ത പോലീസിനെയും അതനുഭവിച്ച പ്രതിയെയും ഒരുപോലെ വിചാരണ സഭയിൽ എത്തിക്കാൻ കോടതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. വിചാരണ കോടതി പ്രതിയെ വിട്ടയക്കാൻ ഇടയായ സാഹചര്യങ്ങളെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാനാണ് തലശ്ശേരി SC/ST പ്രത്യേക കോടതിയോടും ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത്തരം ക്രിമിനൽ പോലീസുകൾക്കെതിരെ ആഭ്യന്തരമന്ത്രി എന്ത് നടപടിയെടുക്കും എന്നാണ് ജനം ചോദിക്കുന്നത്. രമേശ് ചെന്നിത്തലയ്ക്ക് നേരെ ഇപ്പോൾ ചോദ്യശരങ്ങൾ ഉയരുകയാണ്. ആഭ്യന്തരത്തിൽ വലിയൊരു പൊളിച്ചെഴുത്ത് തന്നെ ഉണ്ടാകും എന്ന് പ്രഖ്യാപിച്ചത് രമേശ് ചെന്നിത്തലയായിരുന്നു. പോലീസുകാർക്കെതിരെ, അതായത് കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കും എന്ന് അദ്ദേഹം ഉറപ്പു പറഞ്ഞതാണ്. ഇത്തരക്കാരായ പോലീസുകാർക്കെതിരെ ആഭ്യന്തരമന്ത്രി ഇനി എന്ത് നടപടി സ്വീകരിക്കും? ഇത് ജനം ചോദിക്കുന്നതാണ്. ജനങ്ങളോടാണ് ആഭ്യന്തരമന്ത്രി മറുപടി പറയേണ്ടത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കേണ്ട പോലീസ് തന്നെ പ്രതികൾക്ക് കൂട്ടുനിന്നു കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.